നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. മത തീവ്രവാദികളുടെ കത്തിമുനയ്ക്ക് മുന്നിൽ രക്തസാക്ഷിയായ സഖാവ് എം അഭിമന്യു മരിച്ചിട്ട് 6 വർഷം പിന്നിട്ടിട്ടും വിചാരണ തുടങ്ങിയിട്ട് പോലുമില്ല. കുറ്റകൃത്യം നടന്നിട്ട് 6 കൊല്ലമായി. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ടും സാക്ഷി വിസ്താരത്തിനുള്ള തീയതി തീരുമാനിച്ചിട്ടില്ല. പിണറായി സർക്കാർ പ്രതികളായ SDPIക്കാരെ എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന ആക്ഷേപം മുൻപും ഉയരുന്നുണ്ട്. സാക്ഷികളുടെ പേരിൽ ഊറ്റം കൊള്ളുന്ന CPM SFI വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. രക്തസാക്ഷികളുടെ കണക്ക് പറയുമ്പോൾ പാർട്ടിക്ക് വലിയ ആവേശമാണ്. എന്നാൽ അഭിമന്യുവിന്റെ കേസിൽ CPMന് തെല്ലും ആത്മാർത്ഥതയില്ല എന്ന് മാത്രമല്ല, കടുത്ത അനാസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. കേസിലെ നിർണായകമായ 25 സാക്ഷികൾ എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. പലരും അയൽ ജില്ലകളിൽ നിന്നുള്ളവർ. പഠനം കഴിഞ്ഞ് എല്ലാവരും പലയിടത്തും പോയി. ചിലർ വിദേശത്താണ്, മറ്റു ചിലർ ഉപരിപഠനത്തിനും ജോലിക്കുമായി മറ്റ് പലയിടങ്ങളിലും താമസിക്കുന്നു. ഇവരെ കണ്ടെത്തി സമൻസ് അയക്കുക പോലും പ്രയാസമാണ്. രാഷ്ട്രീയ ശത്രുക്കളോട് പോലും CPM ഇത്രയും നിരുത്തരവാദപരമായ പെരുമാറ്റം ഇതുവരെയും കാണിച്ചിട്ട് പോലുമില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടും SDPIക്കാരെ രക്ഷിക്കാനുമാണ് ഇത്തരത്തിലൊരു തറവേല നടത്തുന്നത് എന്ന SFIക്കുള്ളിൽ തന്നെ ആക്ഷേപമുണ്ട്. കേസിൽ മൊത്തം 125 സാക്ഷികളാണുള്ളത്. ഇവരെ സ്വാധീനിക്കാൻ പ്രതിമാസം ശ്രമിക്കുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നത്. എന്നിട്ടും പിണറായിയുടെ പോലീസ് അനങ്ങുന്നതേയില്ല. കേസിന്റെ വിചാരണ തുടങ്ങിയില്ല എങ്കിലും എല്ലാ ഘട്ടത്തിലും അട്ടിമറിക്കാനുള്ള ശ്രമം നന്നായി തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. CPMന്റെ അറിവോടെയല്ലാതെ ഇത് സംഭവിക്കില്ല എന്ന് ഉറപ്പാണ്. വിചാരണ കോടതി ഭദ്രമായി സൂക്ഷിച്ചിരുന്ന കുറ്റപത്രം അടക്കമുള്ള 11 പ്രധാന രേഖകൾ മോഷണം പോയിരിക്കുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ അനുമതിയോടെ പ്രോസിക്യൂഷൻ അവ വീണ്ടെടുത്തെങ്കിലും മോഷ്ടിച്ചതാര് എന്ന് പിണറായിയുടെ പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വിദേശത്തിരുന്ന സമൂഹ മാധ്യമത്തിലൂടെ പിണറായിയെ തെറിവിളിച്ച വയോധികനെ നാട്ടിലെത്തിക്കാനും അറസ്റ്റ് ചെയ്യാനും ആഭ്യന്തര വകുപ്പ് വലിയ ആവേശമാണ് കാട്ടിയത്. അഭിമന്യുവിന്റെ കാര്യത്തിലും അതുണ്ടായില്ല. കൊലയാളി സംഘത്തിലെ മുഹമ്മദ് എന്ന ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകൻ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ഇയാൾ അഭിമന്യുവുമായി അടുക്കാൻ നീക്കം നടത്തിയിരുന്നു. മാത്രമല്ല, ഇടത് സമൂഹ മാധ്യമ കൂട്ടായ്മകളിൽ CPM അനുകൂല നിലപാടുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. കൊലപാതകത്തിന് തലേദിവസം ആരോ പലതവണ അഭിമന്യുവിനെ വിളിച്ചിരുന്നു എന്നും ഇക്കാര്യം വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിളിച്ചത് മുഹമ്മദ് ആണ് എന്ന് കണ്ടെത്തിയത്. സംഭവം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രതികൾ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു. കുറ്റപത്രം അടക്കമുള്ള 11 രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിനെതിരെ അഭിമന്യുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. വിശദമായ അന്വേഷണം നടത്തണമെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പ്രജിത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഏറെ വിശ്വാസവും പ്രതീക്ഷയുമുള്ള കോടതിയിൽ നിന്ന് രേഖകൾ കാണാതായത് നിസ്സാരമായി കാണാൻ കഴിയില്ല. വിശദമായ അന്വേഷണം നടത്തണം. പിന്നിൽ പ്രവർത്തിച്ചവർ ആരായിരുന്നാലും അവരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുമാണ് അഭിമന്യുവിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട SFI നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സെഷൻസ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. എന്നിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല. കേസിൽ CPMന് എത്രമാത്രം താല്പര്യമുണ്ട് എന്നതിന് വ്യക്തമായ ഉദാഹരണമാണിത്. തമിഴ് കുടിയേറ്റ തൊഴിലാളിയുടെ മകനായിരുന്ന അഭിമന്യു, ഇടുക്കി സ്വദേശിയായ അഭിമന്യു അവന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയുമായിരുന്നു. വർഗീയ ശക്തികൾ ഇരുട്ടിന്റെ മറവിൽ അവന്റെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു. ചോരയ്ക്ക് ചോര എന്നത് ജനാധിപത്യത്തിന് നിരക്കാത്ത കാര്യമായിരുന്നു. കുറ്റവാളിയെ എത്രയും വേഗം കണ്ടെത്തി വിചാരണ നടപടികൾ ആരംഭിക്കേണ്ടത് സർക്കാരിന്റെയും CPMന്റെയും ഉത്തരവാദിത്വം തന്നെയാണ്. കോവിഡ് കാരണം 2 കൊല്ലം പോയി എന്നത് യാഥാർത്ഥ്യം. എന്നാലും വിചാരണ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് എന്ന നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. CPMന്റെ രക്തസാക്ഷി പട്ടികയെടുത്താൽ പിന്നാക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലായിരിക്കും കൂടുതൽ. നായരോ നമ്പ്യാരോ നമ്പൂതിരിയോ രക്തസാക്ഷി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് അപൂർവവും. നേതാക്കൾ ഉന്നതകുല ജാതരും അണികൾ എങ്ങനെയുള്ളവരാണെന്നും വ്യക്തമായി തന്നെ CPMന് അറിയാം. നിലവിലെ മന്ത്രിസഭയിൽ 9 സവർണരാണ് മന്ത്രിമാരായിട്ടുള്ളത്. ഭൂരിപക്ഷം വരുന്ന പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് അതിന്റെ പകുതി പ്രാധാന്യം പോലുമില്ല. ഇതെല്ലാം മനസ്സിലാക്കിയാണ് അവരെല്ലാം ഇക്കുറി BJPക്ക് വോട്ട് ചെയ്തത്. കൊല്ലപ്പെട്ടവരുടെ രക്തസാക്ഷിത്വം പറഞ്ഞ ഊറ്റം കൊള്ളുന്ന സഖാക്കളും പ്രസ്ഥാനവും കൊല്ലപ്പെട്ട പ്രിയ സഖാവിന്റെ ഘാതകൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്നത് എന്തിന്റെ പേരിലാകും എന്നതറിയില്ല. പക്ഷേ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന് സത്യം.